ഞാനിന്ന് വീണ്ടും എൻ്റെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഇതുണ്ടോ, ഇത് സംഭവം എന്താ പറയുക, പണ്ട് എനിക്ക് കിട്ടുന്ന പഴയ നോട്ടുകൾ, അന്നത്തെ നോട്ടുകൾ പഴയതല്ല, അന്ന് തന്നെ അത് പഴയതാണ് നോട്ടുകൾ. പിന്നെ കുറേ ഈ ഇത് കാണിക്കണേ, 1990-കളിലെ ഫുട്ബോൾ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് ബബിൾഗത്തിൻ്റെ കൂടെ കിട്ടുന്ന കാർഡുകൾ. അത് നമ്മുടെ ലക്ഷ്യം അർജൻറ്റീന ആയിരിക്കുമെങ്കിലും അത് കിട്ടുന്നതൊക്കെ വേറെ ടീമുകളായിരിക്കും. നെതർലൻഡ്സ്, ഇംഗ്ലണ്ട്, ജർമ്മനി, ഇതും ജർമ്മനി, ഇതെല്ലാം പേരൊക്കെയുണ്ട്. റോബർട്ടോ ഡോണാഡോണി, യൂർഗൻ ക്ലിൻസ്മാൻ, പീറ്റർ ഷിൽട്ടൺ, മാർക്കോ വാൻ ബാസ്റ്റൻ, നെതർലാൻഡ്സ്, ക്ലോഡിയോ കനീജിയ, അർജൻറ്റീന, ലോതർ മത്യൂസ്, ജർമ്മൻ ക്യാപ്റ്റനായിരുന്നു, കാർലോസ് വാൾഡറാമ, കൊളംബിയ. അങ്ങനെ ഒരുപാട് പേര്. ഈ ജർമ്മനിക്കാരെയൊന്നും ഇഷ്ടമല്ലായിരുന്നു. 90 വേൾഡ് കപ്പിൽ നമ്മളെ തോപ്പിച്ചുകൊണ്ട് അവരെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. കണ്ട, പഴയ 100 രൂപ നോട്ട്, പഴയ 50 രൂപ നോട്ട്, പഴയ 10 രൂപ നോട്ട്, എന്താ പഴയ 10 രൂപ പുതിയത്, ഇത് പഴയ 5 രൂപ, അതിൻ്റെ തന്നെ പുതുത്, പഴയ ഇതൊരുപാട് പഴയതല്ല. പിന്നെ 2 രൂപ, പണ്ട് പാറ തീർന്നില്ലേ, 10 രൂപ, എന്താ 10 രൂപ 30 രൂപ, എന്തോ വിഷുവിന് കൈനീട്ടം കൊടുത്താൽ പറഞ്ഞു 10 രൂപ 20 രൂപ, 2 രൂപ, ഏതെടുത്താലും 2 രൂപ, ഏതെടുത്താലും 2, ഏതെടുത്താലും 2, 1 രൂപ, 1 രൂപ, 1 രൂപ, 1 രൂപ, 1 രൂപ തന്നെ പുതുപുത്തൻ നോട്ട്, 1 രൂപ തന്നെ പുതുപുത്തൻ നോട്ട്, ഏതെടുത്താലും 1, ഏതെടുത്താലും 1. പിന്നെ കുറേ പഴയ പൈസകളുണ്ട്, 20 പൈസ, 10 പൈസ, ഇതൊക്കെ വണ്ടിയിൽ ഒട്ടിച്ചത് സ്റ്റിക്കറുകളായിരുന്നു. ഉണ്ട് 10 പൈസ, 20 പൈസ, 5 പൈസ, എല്ലാം ഇവിടുത്തെ ആയിരിക്കും. ഇത് സൗദിയുടെയാണ്, അത് വലിയേട്ടൻ കൊണ്ടുവന്നത്, സൗദിയുടെ 50 പൈസ. എൻ്റെ കാണ്ടാമൃഗത്തിൻ്റെ പടമൊക്കെ ഉള്ള 25 പൈസ. ഇത് ഏത് രാജ്യത്തിൻ്റെയാണെന്ന് അറിയത്തില്ല, UAE ആയിരിക്കും. അതെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. എൻ്റെ മാനിൻ്റെ പടമൊക്കെ ഉള്ള പുറവശത്ത് മാനിൻ്റെ പടമുള്ളത്, മാൻ ലോറിക്സ്. അതും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെയാണ് ഇതെല്ലാം. ഇത് 10 പൈസ, ഇത് 10 പൈസ, 1986-ലെ 10 പൈസ. ഞാൻ എന്നാ എനിക്ക് 81-ലോ എല്ലാം ഉണ്ട് ഇവിടെ. ഏതെടുത്താലും 10, ഏതെടുത്താലും 10, ഏതെടുത്താലും 10. ഒരുപാട് സമയമായി. അത് ഇത് രാജ്യത്തിനാണെന്ന് നോക്കട്ടെ. ഇത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ പുറകിലെ വലിയതോ ടവറിൻ്റെ പടം. ആർക്കെങ്കിലും വേണോ ഇത്? ആർക്കെങ്കിലും വേണോ? ആർക്കും തരത്തില്ല. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ എന്താ കത്തിച്ച് കളയുമ്പോൾ ഇതോടിട്ട് കത്തിച്ച് കളയും കേട്ടോ. ആർക്കും കൊടുക്കും, ആരും ഉപയോഗിക്കത്തില്ല. ഇതെല്ലാം വെറുതെ പോകത്തേ ഉള്ളൂ. എൻ്റെ ഈ കഷ്ടപ്പാടെല്ലാം വെറുതെ ആയിപ്പോയി. ആരോടാ പറയുന്ന? നിന്നോടാണ്. നീയൊക്കെ ആയിരിക്കുമല്ലോ കൊണ്ടുവച്ച് കത്തിക്കുന്നത്. ഇതിവിടെ തന്നെ ഉണ്ടാവുമെന്നുള്ളതായിരുന്നു എൻ്റെ ടെൻഷൻ മൊത്തം. വീട് പൊളിച്ചപ്പം എന്തായാലും അത് കിട്ടി, ആ ടെൻഷൻ ഒഴിവായി. വീട് പൊളിച്ചപ്പോൾ എല്ലാം കൂടെ വാരി കെട്ടിയത് ഭദ്രൻ,